ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കുക്കർ ബിരിയാണിയും അതിലേക്ക് കോമ്പിനേഷൻ ആയിക്കൊണ്ട് സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചമ്മന്തി കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കഴുകിയെടുത്ത ചിക്കനിൽ നമ്മൾ മസാല ഒക്കെ പുരട്ടി കൊടുക്കുകയാണ്. ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുക്കർ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് അതിൽ പരത്തി വെച്ച് കൊടുക്കാം. രണ്ട് ഭാഗം മറിച്ചിട്ട് വേവിച്ചെടുക്കാനുള്ള രൂപത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ആ ഓയിൽ തന്നെയാണ് നമ്മൾ പിന്നെ മസാല കൂട്ടുന്നത്. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഓയിൽ അതിൽ തന്നെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതൊന്നും ഊറ്റേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമ്മൾ മസാല കൂട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൽ രണ്ട് ഭാഗം മറിച്ചും തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയത്തിന് തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ റെഡിയാക്കി എടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഉള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഉള്ളിയും ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ അതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളിയും പേസ്റ്റാക്കി അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചാൻ വെച്ച ചിക്കനിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയും തക്കാളിയും വേറെ വേറെ മിക്സിയിൽ അടിച്ചെടുത്തത്. അപ്പോൾ ആദ്യം ഉള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഉള്ളി നന്നായി മൂത്ത് വന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ ചതച്ചിട്ട് ഉള്ളത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളിൻ്റെ പേസ്റ്റും കൂടെ ഒഴിച്ച് കൊടുക്കണം. മുളക് ഒന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതന്നെ കീറാതെ ഒന്നങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഒരുപാട് എരിവാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ഒന്ന് നന്നായി വെന്ത് മൂത്ത് വരട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി നീര് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടയാതിരിക്കാനും കുറച്ചും കൂടെ ഒരു പുളിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് ബിരിയാണീൻ്റെ ഓലയും ചപ്പും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ബിരിയാണീൻ്റെ ഓല കിട്ടി, ചപ്പ് കുറച്ച് 2 ഇതൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് നമ്മൾ നേരത്തെ തന്നെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൈസ് നമ്മൾ ഈ മസാലയ്ക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഗരം മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ചെറുതായിട്ട് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചപ്പും കൂടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി റെഡിയാക്കണം. അപ്പോൾ സർവത്തുങ്കായ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. ഇതിന് നിറയെ പുളിയുറമ്പായതുകൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ടായിരുന്നു. മൂക്കാത്ത ചെറുത് കിട്ടും വേണം. അപ്പോൾ എങ്ങനെ ഏതായാലും കുറച്ച് റിസ്ക് എടുത്തിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് അടിച്ച് താഴെ വീഴ്ത്തുകയാണ് ചെയ്തത്. നമ്മൾ ചമ്മന്തിക്കുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി കാന്താരിയും കൂടെ വേണം, അതും കൂടെ എടുക്കണം. അപ്പോൾ നമ്മൾ കാന്താരിയും കൂടെ പറിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാന്താരിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങ കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര തേങ്ങ ഒന്നും ആവശ്യമില്ല, പകുതിൻ്റെ കുറച്ച് മാത്രം എടുത്താൽ മതി. പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചിരകി റെഡിയാക്കി എടുക്കണം. അപ്പോൾ തേങ്ങ ചിരകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സർവത്തുങ്കായിൻ്റെ തോലൊന്ന് ചെത്തിക്കളയണം. ഇതുപോലെ തോല് ചെത്തിക്കളയണം. അപ്പോൾ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് ഇത് കുറച്ച് മൂപ്പായി വരുന്നുണ്ട്. ഇത്രയും ആവേണ്ട ആവശ്യമില്ലായിരുന്നു. ഏതായാലും കിട്ടിയത് ഇതായതുകൊണ്ട് ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഇത് ഇഞ്ചി
ചെറിയുള്ളിയും കാന്താരിയും കറിവേപ്പിൻ്റെ 2 ഇലയും തേങ്ങയും ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കുകയാണ്. ചമ്മന്തി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ കോമ്പിനേഷൻ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ കുക്കർ ദം ബിരിയാണിയും അതിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തിയും കൂടെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിൻ്റെ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 3ഉം കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.